ഹലോ ഗൈസ്, അപ്പോൾ ഇളനീര് വെച്ചിട്ട് പുഡിങ്ങും ഷേക്കും പായസവും എല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പൾപ്പ് എടുക്കുമ്പോൾ ആ വൈറ്റ് പോർഷൻ മാക്സിമം കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തോളൂ. നമുക്ക് കിട്ടാത്ത കാരണം നമ്മളത് അങ്ങനെ എടുത്തുകയാണ് കേട്ടോ. പിന്നെ എന്താ മധുരത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പാൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ അതാ പൾപ്പൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നമ്മളിപ്പോൾ ഏതിലാണോ മിക്സ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ 2 ബാച്ച് ആയിട്ടാണ് കേട്ടോ അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ അരച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബാച്ച് കൂടെ അതിലേക്ക് ഒഴിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പാലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി പാലും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഈ സംഭവം നല്ല തിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു 3.5 സ്പൂണ് നമ്മൾ ജലാറ്റിൻ ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ സ്പൂണാണ് കേട്ടോ. അതിൽ ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ആ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓവറായിട്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മുടെ കരിക്ക് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കരിക്ക് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. അങ്ങനെ അതാ നമ്മുടെ ജലാറ്റിനൊക്കെ ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതാ പരന്ന പാത്രത്തിൽ ഇത് സെറ്റാക്കാം കേട്ടോ. നമ്മൾ അത്യാവശ്യം തിന്നായിട്ടാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് തിന്നായിട്ട് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൾപ്പ് ഉണ്ടല്ലോ ടെൻഡർ കോക്കനട്ടിൻ്റെ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും പിന്നെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൽമണ്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പൾപ്പ് ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സബ്ജ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നോമ്പാകുമ്പോൾ ആപ്പിളൊക്കെ എന്നും മക്കൾക്ക് കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടാവും. മക്കൾക്ക് നല്ല എല്ലാവർക്കും അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടാവും. ഇപ്പോൾ നോമ്പായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ടെൻഡർ കോക്കനട്ടൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഇതാ നമ്മളെ ഗ്ലാസ് പുഡിങ്ങൊക്കെ ഒരു 2 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്ട് കട്ട് ചെയ്യാം, ആണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ, ആ ഒരു ഡ്രിങ്കിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് പുഡിങ്ങൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ടെൻഡർ കോക്കനട്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ എല്ലാതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്, നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. ഒരു വെറൈറ്റി ഡ്രിങ്കാണ്, കാണുന്ന പോലെ അത്ര ടഫൊന്നുമില്ല, ഈസി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ബൈ.